ഹായ് ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് കോവലിൻ്റെ തൈ കിട്ടിയത് ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി കൊണ്ടുവന്നാണ് കുറച്ച് കോവലിൻ്റെ തണ്ട്. സോ ഈ തണ്ടുകളൊക്കെ നമുക്കിനി കുഴിച്ചിടണം. സോ അതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ള പരിപാടി. ഗൈസ്, നമ്മൾ സ്ഥലം കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. സോ അതേ മമ്മി കുറച്ച് കോഴികളും സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സോ നമുക്കിനി ഇത് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നട്ടു കൊടുക്കാം. വൈസ്റ്റ് നടുവിലായിട്ടൊരു വലിയ കുഴി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഈ കാണുന്ന പേര് നമ്മുടെ കൈപ്പക്കയുടെ തണ്ടിൻ്റെ വേരാണ് ഈ കാണുന്നത്. പിന്നെ അത് ഇവിടെ നോക്കിയാൽ നമുക്ക് മണ്ണിലേക്ക് കൊടുക്കുന്നുണ്ട്. സോ നല്ല അടിപൊളി മണ്ണാണ്. സോ ഇതിലേക്ക് വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് തണ്ട് നട്ടു കൊടുക്കാം. വേസ്റ്റ് തണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സോ 3 തണ്ടാണ് നമ്മൾ എടുത്തതാണ്. സോ ഇനിയിപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. വേസ്റ്റ് നമ്മൾ 2 വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ നിർത്തി വെച്ചേക്കാണ്. ഇനി ഇതിനെ നമുക്കിങ്ങനെ കിടത്തി വയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് മുള വരും. അപ്പോൾ ഈ മുള 2 സൈഡിൽ നിന്ന് നമുക്ക് മുള എടുത്താൽ നമുക്ക് ഇങ്ങനെ കിടത്തി വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കാം. സംഭവം കാണിച്ചാൽ കേട്ടോ. പറമ്പിലുണ്ടായിരുന്ന ഒരു റെഡ് കളറിൽ നിറച്ച് കുറച്ചുണ്ടായിട്ടുണ്ട്. എല്ലാ സംഭവം ഞാൻ കാണിച്ചാൽ ഇതാണ് ചാമ്പകായ ഉണ്ടായേക്കാണല്ലോ. നല്ല റെഡ് കളറായിട്ട് നല്ല അടിപൊളിയായി നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. കുറവാണ്. മുമ്പ് കുറേ അതിൻ്റെ ഒക്കെ ഇവിടെ താഴത്തൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. സോ നമുക്കുള്ളതൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ കുറച്ചുകൂടി ഇഞ്ചി നടാൻ പോവാണ്. സോ ഇഞ്ചി ഇവിടെ മുറിച്ച് ഒക്കെ ഇരിപ്പുണ്ട്. സോ ഇത് നടാനായിട്ട് നമ്മൾ പുതിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ നടാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ അടിയിൽ നോർമലി ചെയ്യണ പോലെ തന്നെ ചവറിട്ട് കൊടുക്കണം. ചവറിട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് കുറച്ച് പ്ലാവിൻ്റെ ഇല ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടെക്നിക്കിൽ പ്രധാനമായിട്ടും എന്ത് നമ്മൾ ഈ ചകിരി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇതാക്കി വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ കഴിഞ്ഞാൽ മണ്ണിട്ട് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചിയൊക്കെ വരുമ്പോൾ ഇഞ്ചിൻ്റെ വേര് ഇതുമ്മയ്ക്ക് കയറി പിടിച്ച് നല്ല രീതിയിൽ വളരുന്നതാണ് പറഞ്ഞ് കേട്ടത്. സോ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. എങ്ങനെ വരുന്നത് നമുക്ക് കണ്ടറിയണം. സോ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുവിലേക്ക് ഫുള്ള് മണ്ണ് നിറച്ച് കൊടുക്കാം. ഗൈസ്, മണ്ണിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി മണ്ണിട്ട് ഇതൊന്ന് മൂടി കൊടുക്കാം. സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഗൈസ്, ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നാളെ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.